കേരളത്തിലെ ആദ്യത്തെ പുസ്തക പ്രസാധകരിൽ ഒരാളും വിദ്യാവിലാസിനി ബുക്ക് ഡിപ്പോയുടെ സ്ഥാപകനുമായ പി ഗോവിന്ദപിള്ളയുടെ പേരിൽ രൂപീകരിച്ച പി ഗോവിന്ദപിള്ള ഫൗണ്ടേഷൻ്റെ വിദ്യാവിലാസിനി സാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഇത് പി ഗോവിന്ദപിള്ള ഫൗണ്ടേഷൻ്റെ പ്രഥമ പുരസ്കാരങ്ങളാണ്. നോവൽ, കഥ, കവിത, ബാലസാഹിത്യം എന്നീ മേഖലകളിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. നോവൽ വിഭാഗത്തിൽ പി ഗോവിന്ദപിള്ള ഫൗണ്ടേഷൻ്റെ വിദ്യാവിലാസിനി പുരസ്കാരത്തിന് അർഹമായിരിക്കുന്നത് ഗിരിജ സേതുനാഥ് രചിച്ച അക്ഷയമിഥില എന്ന നോവലിനാണ്. കഥാ വിഭാഗത്തിൽ ഡോക്ടർ അനിൽകുമാർ എസ് രചിച്ച ഡാർക്ക് എന്ന കഥാസമാഹാരത്തിനാണ്. തെന്നൂർ രാമചന്ദ്രൻ രചിച്ച അഴകിൻ്റെ ആഴങ്ങൾ എന്ന പുസ്തകത്തിനാണ് കവിതയ്ക്കുള്ള പുരസ്കാരം നൽകുന്നത്. ബാലസാഹിത്യത്തിൽ മറനല്ലൂർ സുധി രചിച്ച മുത്തശ്ശിക്കാണ് അവാർഡ് നൽകുന്നത്. പി ഗോവിന്ദപിള്ള ഫൗണ്ടേഷൻ സ്കൂൾ, കോളേജ് തലത്തിലും സാഹിത്യ പുരസ്കാരങ്ങൾക്ക് അവാർഡ് നൽകാൻ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജ് വിഭാഗത്തിൽ തിരുവനന്തപുരം വഴുതക്കാട് വിമൻസ് കോളേജിലെ പവിയ ജെയ്സ് എഴുതിയ ദ ഹെംലോക്ക് ട്രീ എന്ന ഇംഗ്ലീഷ് കവിതാ സമാഹാരത്തിനാണ് അവാർഡ് നൽകുന്നത്. സ്കൂൾ കുട്ടികളുടെ വിഭാഗത്തിൽ കല്ലയം ലേക്കോൾ ചമ്പക സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അഭിരാമി AS എഴുതിയ ലൈഫ് സംടൈംസ് എന്ന ഇംഗ്ലീഷ് കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം നൽകുന്നത്. കോളേജ്, സ്കൂൾ തലത്തിൽ സാഹിത്യ പുരസ്കാരം നൽകുന്നതിന് വേണ്ടിയിട്ട് പുസ്തകങ്ങൾ ക്ഷണിച്ചപ്പോൾ മലയാളത്തിൽ ഒരു പുസ്തകങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായില്ല. ഇംഗ്ലീഷിൽ ലഭിച്ച പുസ്തകങ്ങളിൽ നിന്നാണ് ഈ പുരസ്കാരം ഇപ്പോൾ നൽകുന്നത്. നിരവധി രചനകൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. അതിൽ നിന്നും മികച്ചത് തിരഞ്ഞെടുത്ത് അവാർഡ് നൽകുകയാണ്. ഈ അവാർഡിന് ജൂറികളായ B. ഗോപകുമാർ, JK പറശ്ശിനി, P. സുകുമാരൻ നായർ എന്നിവരടങ്ങിയ ജൂറിയാണ് ഈ പുരസ്കാരങ്ങൾക്ക് അർഹമായ പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തത്. പി ഗോവിന്ദപിള്ള ഫൗണ്ടേഷൻ്റെ ഈ ട്രസ്റ്റിൻ്റെ പ്രഥമ സമ്മേളനം ജനുവരിയിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കും. ആ ചടങ്ങിൽ വെച്ചായിരിക്കും ഈ പുരസ്കാരങ്ങൾ നൽകുക.